മരണത്തിന് മുമ്പ് മരിക്കാൻ മറക്കരുത് എന്നതാണ്. ഖുതുബയിൽ ആ വിഷയം നിശ്ചയിക്കാനുള്ള കാരണം പ്രധാനമായി ഒരു ഹദീസാണ്. മഹാനരായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മൂതു ഖബ്ല അൻ തമൂതു, നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് ഒന്ന് മരിക്കണേ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. എന്താണ് പറഞ്ഞത്? മനുഷ്യന് പ്രധാനമായി വിശിഷ്യ വിശ്വാസിക്ക് രണ്ട് മരണമാണുള്ളത്. ഒരു മരണം അസ്രായിൽ അലൈഹി ഇസ്ലാം വന്നിട്ട് റൂഹിനെ പിടിച്ചുകൊണ്ടുപോകുന്ന മരണമാണ്. അതിൽ നമുക്ക് യാതൊരു അധികാരവുമില്ല. അത് സമയം സമാഗതമായാൽ ഒരു സെക്കൻഡ് പിന്നിക്കാക്കാനോ ഒരു മൈക്രോ സെക്കൻഡ് മുന്നിക്കാക്കാനോ കഴിയില്ല. നമ്മളെ കയ്യിലില്ല. അത് നമ്മുടെ ജനനം, നമ്മുടെ മരണം നമ്മുടെ കയ്യിലല്ല. എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഇന്നതാവണം എന്നത് എന്റെ തീരുമാനമല്ല, അള്ളാന്റെ തീരുമാനമാണ്. എന്റെ വാപ്പ ഇന്നതാണ്, എന്റെ ഉമ്മ ഇന്നതാവണം എന്നൊന്നും എന്റെ തീരുമാനമല്ല, അള്ളാന്റെ തീരുമാനം. അതുപോലെ ഞാന് ഏത് ആയുസ്സിൽ എവിടെ മരിക്കണം, എന്റെ ഖബർ എവിടെ ആവണം നമ്മുടെ തീരുമാനമല്ല. ഇപ്പൊ ഈ ഖബർ കിടക്കണ മനുഷ്യന്മാരൊക്കെ അവനാന് കിടക്കുന്ന സ്ഥലത്ത് അവനാൻ തീരുമാനിച്ചതാണോ? ഞാൻ അവനാന് വേണ്ടി ഖബർ വെച്ചാൽ തന്നെ അതിൽ കിടന്നോളൊന്നുമില്ല. ഇവിടെ ഖബർ വെച്ചിട്ട് ഗൾഫിൽ കിടക്കണ എത്രയും മലയാളികൾ എനിക്കറിയാം. നാട്ടിൽ ഖബർ വെച്ച് വെച്ചിട്ടുണ്ട്, കിടക്കണത് അബുദാബിയില്ല. കാരണം അത് അവന്റെ തീരുമാനമല്ല. ജനനം, മരണം, വാപ്പ ഉമ്മ, കാലം കോലം, ഇതൊന്നും നമ്മളെ തീരുമാനമല്ല. ഇനി ഇടക്ക് അള്ളാഹു തആല നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. അതും അള്ളാഹുവിന്റെ കയ്യിലാണ്. മൂക്ക് കയർ അവൻ പിടിച്ചെടുത്തൊന്നും അവൻ ഇച്ഛിച്ചെടുന്നും അവൻ തീരുമാനിച്ചെടുന്നും ഒന്നും മുന്നോട്ടും പോകില്ല, പിന്നോട്ടും പോകില്ല. ഇതിനിടയിൽ നമുക്കൊരു മരണമുണ്ട്. അത് മരിക്കണതിന് മുമ്പ് മരിക്കാനുള്ളതാണ്. ഏതാണ് ആ മരണം? മരണം എന്നതിന്റെ ഡെഫിനിഷൻ തന്നെ ഖുറൂജുർ റൂഹി മിൻ ജൗഫിൻ നഫ്സി എന്ന, ശരീരത്തിന്റെ ഉള്ളിൽ നിന്ന് റൂഹ് പുറത്തു പോകുന്നതിന്റെ പേരാണ് മരണം. ഞാൻ ഈ വാച്ചിൽ നോക്കിയ ഉടനെ ആ കുട്ടി നീച്ചോടെ നിങ്ങൾ കണ്ടോ? ഓന് മനസ്സിലായി ഞാൻ എന്തിനാണ് വാച്ചിൽ നോക്കേണ്ടത് എന്ന്. അതാണ് ബുദ്ധിയുള്ള കുട്ടികളാകുമ്പോ. ഞാൻ ഈ വാച്ചിൽ നോക്കിയത് അവന് വേണ്ടി തന്നെയാണ്, വേറെ ആർക്കും വേണ്ടിയിട്ടല്ല. ഞാൻ ഈ നോക്കിയത് ഓൻ നീക്കാനാണ്. ഓനെ മനസ്സിലായി. എന്നാ ഞാൻ ഓനോട് പറഞ്ഞിട്ടില്ല ഞാൻ പ്രസംഗത്തിനിടയിൽ വാച്ചിന് നോക്കും അപ്പൊ ഈ നീച്ചു പോകണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഓൻ ബുദ്ധിയുള്ള കുട്ടിയാണ്. അല്ലാഹു തആല നല്ല ഇൽമു കൊടുക്കട്ടെ. എന്താ വെച്ചാൽ എനിക്കിന്ന് പ്രോഗ്രാം കണ്ണൂരാ. അപ്പോ ഞാൻ കാറിനാണ് പോണത്. അപ്പൊ അതിന് മുമ്പ് ഭക്ഷണം എത്തണം. അപ്പൊ ഞാൻ നോക്കിയപ്പോ അവന് മനസ്സിലായി എന്നോട് എണീച്ചു പോകാനാണ് ആ പറയണത്. പറയേണ്ട ആവശ്യമില്ല. അൽഹംദുലില്ലാ. ഏതായാലും എന്താ ഞാൻ പറഞ്ഞേ? അതിപ്പോ എന്താ ഞാൻ പറഞ്ഞേ? ഇത് കഴിഞ്ഞിട്ടേ മറ്റുള്ളതൊക്കെ ഉള്ളൂ. ഇതിനിപ്പോ അസർ വരെ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ അസർ വരെ ഞാൻ പ്രസവിക്കുന്നിട്ടേ പോവുള്ളൂ. ദൂരെ യാത്ര ചെയ്തിട്ട് ദൂരെ പരിപാടി ഏറ്റിട്ട് മുപ്പര് വാളും അറിയാതെ പോയി എന്ന് പറയാൻ കരുത്. അങ്ങനെ ഒരു ദിവസം ഇവിടെ ഉണ്ടായിട്ടില്ല. നിങ്ങളിവിടെ അസർ വരെ ഇരുന്ന അസർ വരെ പ്രസംഗിച്ചിട്ടേ ഞാൻ കണ്ണൂര് പോകും. പക്ഷെ പേടിക്കണ്ട, ഇപ്പൊ ഇവിടെ കേട്ടോ സാധാരണ പ്രസവിക്കുന്ന പോലെ തന്നെ പ്രസവിക്കുള്ളൂ. ഞാൻ പറഞ്ഞ എന്താ നിങ്ങളൊന്നും ഇങ്ങോട്ട് പറഞ്ഞാൽ മതി. എനിക്കറിയാത്തോണ്ടല്ല, നിങ്ങൾ ശ്രദ്ധിക്കണ്ടോ ഞാനൊന്ന് പരിശോധിക്കണമല്ലോ. എന്താണ് സ്ഥലം എന്താ അറിയാസേ? അൽഹംദുലില്ലാ. ബദ്ധശ്രദ്ധരായി സാഗൂതം ശ്രവിക്കുന്ന കുട്ടികളുണ്ട്. അൽഹംദുലില്ലാ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. മരണം എന്നതിന് ഡെഫിനിഷൻ തന്നെ അതാണ്. ഖുറൂജുർ റൂഹി മിൻ ജൗഫിൻ നഫ്സി എന്നാണ്. ശരീരത്തിന്റെ ഉള്ളിൽ നിന്ന് റൂഹ് പുറത്തുപോണതിന്റെ പേരാണ് മരണം. ജീവിതത്തിന്റെ ഫുൾ സ്റ്റോപ്പ് അല്ല. ചിലർ കണക്കാക്കിയാണ് അങ്ങനെയാണ്. മരണം എന്നാ ജീവിതത്തിന്റെ അവസാനം എന്ന്. പൊട്ടന്മാരെന്ന് അവരെ കുറിച്ചാണ് പറയേണ്ടത്. മരണം എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ അവസാനം എന്നല്ല. ഖുറൂജുർ റൂഹി മിൻ ജൗഫിൻ നഫ്സി, അതിന്റെ ഡെഫിനിഷൻ അതാണ്. ശരീരത്തിന്റെ ഉള്ളിൽ നിന്ന് ആത്മാവ് പുറത്തു പോവാ. അപ്പൊ എന്തായി? യഥാർത്ഥ ജീവിതമായി. ഖുർആന്റെ ഭാഷയിൽ യഥാർത്ഥ ജീവിതം തുടങ്ങുന്നത് മരണത്തോടു കൂടിയാണ്. ഇത് അന്നാസു നിയാമുൻ, ജനങ്ങളൊക്കെ ഉറക്കിലാണ്. ഇതാ മാത്തു ഇന്ദബഹു, അവര് മരിക്കുമ്പോഴാണ് അവർ ശരിക്കും ഉണരുക എന്ന് മുഹമ്മദ് മുസ്തഫ. വല്ലാത്തൊരു ഹദീസല്ലത്. നമ്മൾ സാധാരണ പറയുന്നുണ്ട് ഓനെ നേരം വെളുത്തിട്ടില്ല. ഓനെ നേരം വെളുക്കണമെങ്കിലേ ഓന് കല്യാണം കഴിച്ചു കൊടുക്കണം എന്നറിയില്ല. ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മനുഷ്യന്മാർക്കൊന്നും നേരം വെളുത്തിട്ടില്ല, ഒരു നേരം വെളുക്കണമെങ്കിലും മരിക്കണമെന്നാണ്. കാരണം മരണാണ് യഥാർത്ഥ ജീവിതത്തിന്റെ വാതില്.
ജീവിതത്തിന്റെ മതിലല്ല, യഥാർത്ഥ ജീവിതത്തിന്റെ വാതിലിന്റെ പേരാണ് മരണം. ആ മരണം അതിന് മുമ്പ് നമുക്കൊന്ന് മരിക്കാണ്ട് എന്നാ മരണം സുഖവും. ഏതാണ് ആ മരണം എന്നറിയോ? മനുഷ്യന് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ മരണം എന്ന് പറഞ്ഞാല് ജനങ്ങളുമായിട്ടുള്ള ബന്ധം ഒഴിവാകല. മരിച്ചാ പിന്നെ കഴിഞ്ഞില്ലേ? മരിച്ചാ പിന്നെ ഭാര്യയും ഭർത്താവും ബന്ധം കഴിഞ്ഞ് അല്ലേ? പിന്നെ ഇയാളെ കൊണ്ടുപോയി തട്ടല്ലേ, ഇയാളെ കൊണ്ടുപോയിട്ട് മറമാടല്ലേ. ഭാര്യ വേറെ ആളെ കൂടെ പോലെ ഇത് കഴിഞ്ഞാല് ഇതൊക്കെ കഴിഞ്ഞിട്ട് വേറെ കല്യാണമൊക്കെ കഴിച്ചിട്ട് അയാൾ തിരിച്ചു വരേണ്ടി എന്താട്ട് അല്ല, അങ്ങനെ ഉണ്ടാവല്ലേ. ഒരാൾ മരിച്ച് കബറടക്കപ്പെട്ട് ആള് വന്നു നോക്കുമ്പോ പുതിയണ്ണുണ്ട്, ഭാര്യയുണ്ട് വേറെ അത്രാമാന്റെ കൂടെ അങ്ങനെ കിടക്കണം. വാതിൽ മുട്ടിയിട്ട് കാര്യമില്ല, വന്ന വഴിക്ക് തിരിച്ചു പോവാ, ഇതനങ്ങൂല. അതങ്ങനെയാണ്. ഒരാൾ ആദ്യം മരിച്ചു, മയ്യത്ത് ഒളിപ്പിച്ചു, നിസ്കരിച്ചു മറമാടണമെന്നാ. പിന്നെ മസല എന്താ പറയുക, രണ്ടാമത് ആള് തിരിച്ചു വന്നിട്ട് മരിച്ചാല് മയ്യത്ത് നിസ്കരിക്കണ്ടെന്നാ, കുളിപ്പിക്കും വേണ്ടെന്ന്. കാരണം നമ്മളിതിങ്ങനെ നിസ്കരിക്കും ഒളിപ്പിക്കും, മൂപ്പര് മരിച്ചു വരാനും കാത്തുന്ന ആളാകെ കൊഴിയല്ലേ. നമ്മളെ ഭാഗത്ത് നിന്ന് ഒരാഴ്ച ചെയ്യുള്ളൂ. പിന്നെ മൂപ്പര് ഇങ്ങനെ വരാൻ തന്നെ കാത്തുന്ന തന്നെ ഇപ്പൊ നമുക്ക് പണിയാ പോയൊക്കാൻ പറയാം, പോയി പണിയൊക്കാൻ പറയാം. അപ്പൊ ഏതായാലും ആവട്ടെ, മരിച്ചാല് ജനങ്ങളുമായിട്ടുള്ള ബന്ധം കഴിഞ്ഞു എന്നല്ല അതിന്റെ അർത്ഥം. ജനങ്ങളുമായിട്ട് പിന്നെ ബന്ധമില്ല, ശാരീരികമായിട്ട് ബന്ധമില്ല ഇല്ലല്ലോ. മരിച്ചങ്ങൾ കണ്ടില്ലേ പറയണേ, എപ്പോഴാ എടുക്കുക? ഒരാൾ പറയും നമുക്കൊരു 5:30 എടുക്കാം, കോയത്തുനിന്നൊരു മോൻ വരാണ്ട് എന്ന്. അപ്പൊ ഇപ്പുറത്തെ ആചാര്യ പറയും കാത്തുക്കണ്ടാന്ന് പറയും, നീ കാത്തുക്കണ്ടാന്ന്. ഇത് പറയാത്ത ഏതെങ്കിലും വീടുകൾ കണ്ടുക്കണോ? ചിലപ്പോ മോനാ പറയാ കാത്തുക്കണ്ടാന്ന്. കാരണം നീ കാത്തുന്നാ വലിയ സുഖം ഉണ്ടാവൂല. നീ കാത്തുന്നാലേ കാത്തുന്നവർക്കും വലിയ സുഖം ഉണ്ടാവൂല. കാരണം ഈ ലോകത്ത് കെട്ടുപോയാൽ ചീഞ്ഞു പോയാൽ ഇത്ര ദുർഗന്ധമുള്ളൊരു സാധനം മനുഷ്യനാണ്. നമ്മൾ റോഡ് സൈഡിൽ കൂടി പോകുമ്പോ കീരി പെരിച്ചായി നായൊക്കെ ചത്തെടുക്കുന്നുണ്ടാവും. നമ്മൾ വണ്ടിന്ന് പറയും ഗ്ലാസ് പൊന്തിക്ക് എന്ന് പറയും. അതൊന്നും വേണ്ട, മുന്നിൽ മീൻ വണ്ടി പോയാൽ തന്നെ ഞാൻ പറയലുണ്ട്. കാരണം ഇപ്പത്തെ മീന് മംഗലാപുരത്ത് കൊടുത്തേക്കണ ആ സൈസ് മീൻ ഇട്ട മറ്റേതല്ല. ഇവിടെ ഒന്നും അതിന്റെ ആൾക്കാരില്ല കേട്ടോ. ഏതായാലും ആവട്ടെ, അത് വരുമ്പോ കുഴപ്പമുണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? പടച്ചം വരാനെ കുടുങ്ങിയോ? അല്ല, ഞാൻ പറഞ്ഞത് ശരിയല്ല. എനിക്ക് ഉണ്ടാകലുണ്ട് ആദ്യം മീന് വണ്ടി മുമ്പ് പോകുമ്പോ ഒരു സ്മെല്ല് എടുക്കൽ. നിങ്ങൾക്ക് ഉണ്ടാലും ഇല്ലേ? ഞാൻ കുടുങ്ങിയോ? എല്ലാവർക്കും ഉണ്ടാകലുണ്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി കേസ് ആയിക്കോട്ടെ, എന്നാലായിക്കോട്ടെ. ഏതായാലും ആട്ടെ, എന്താണത്? ഈ മനുഷ്യൻ കെട്ടുപോയാൽ ഇത്ര ദുർഗന്ധമുള്ളൊരു സാധനം വേറില്ല. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അപ്പൊ വേഗം കൊണ്ടേറ്റ് മനുഷ്യന്മാരായിട്ടുള്ള എല്ലാ ബന്ധവും ഒഴിവാകും. ഇതൊരു മരണാണ്. അതിനുമ്പൊരു മരണമുണ്ട്. എന്താ അറിയോ? നമ്മളെ കൽബ് മനുഷ്യന്മാരുടെ ഇടയിൽ നിൽക്കുമ്പോ തന്നെ മനുഷ്യന്മാരിൽ നിന്നിങ്ങോട്ട് മാറ്റിയിട്ട് അള്ളാഹുമായിട്ട് മാത്രം ബന്ധപ്പെടുത്തും. അതൊരു മരണാണ്. മൂത്തു ഖബല അൻ തമൂതു, നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് മരിക്കുക എന്ന് മുഹമ്മദ് മുസ്തഫ. ഇവിടെയാണ് ഞാൻ ഖുതുബയിൽ മഹാനായ ഒരു ആരിഫിന്റെ ചില വാക്കുകൾ ഉദ്ധരിച്ചു. ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി, അവരുടെ കിതാബുണ്ട്, അതിന്റെ പേര് ഹിക്കം എന്നാണ്. അതിനൊരു ഷറഹുണ്ട്, റമദാൻ ബൂത്തി എന്ന മഹാൻ എഴുതിയ ഷറഹ്. 6 വാള്യാണ്. എൻ്റെ അടുത്ത് ഞാൻ സൂക്ഷിക്കുന്നുണ്ട്, 16 രൂപ എടുത്തിട്ട് വാങ്ങിയതാണ്. ആ മഹാൻ വഫാത്തായി. അവരെ വർഗീയവാദികൾ വെടിവെച്ച് കൊന്നതാണ്. അള്ളാഹു തആല അവർക്ക് ദർജ ഉയർത്തി കൊടുക്കട്ടെ. അദ്ദേഹം വഫാത്താണ് രംഗം ഞാൻ ലൈവായി കണ്ടിട്ടുണ്ട്, വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. അതെങ്ങനെ ഖുർആൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് 2-3 ചെറുപ്പക്കാർ വന്നിട്ട് തലക്ക് വെടിവെച്ചു. റമദാൻ ബൂത്തി തലക്ക് ഇങ്ങനെ വെടിവെച്ചപ്പോൾ അദ്ദേഹത്തിന്റെ തലപ്പാ ഊരി വീണു. തലപ്പാ ഊരി വന്നപ്പോ ഈ മനുഷ്യൻ ആദ്യം തപ്പിണ തലയെക്കെട്ടാണ്. തലയെക്കെട്ടെടുത്ത് തപ്പിയിട്ട് ഇങ്ങനെ വെച്ചു, അങ്ങനെ മരിച്ചു. അത്ര വലിയ മഹാനാണ്. അവരെഴുതിയ കിതാബാണ്. അതിനാണ് ഞാൻ നിങ്ങളോട് ഉദ്ധരിച്ചത് 4 വാക്കുകൾ. മഹാനവറുകൾ ചോദിക്കുകയാണ്, കൈഫ യുശ്രിഖു ഖൽബുൻ, ഒരു ഹൃദയം എങ്ങനെയാണ് പ്രകാശിക്കുക? വസുവറുൽ കായിനാത്തി മുൻതബിഅത്തുൻ ഫീ മിർആത്തിഹി, ഈ പ്രപഞ്ചത്തിന്റെ ഭൂപടത്തിന്റെ ചിത്രങ്ങൾ മുഴുവനും ആ ഹൃദയത്തിൽ കുത്തി നിറച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ പെണ്ണിന്റെ ചിത്രമാവാം, പണത്തിന്റെ ഓടമാവാം, കൊട്ടാരത്തിന്റെ ചിന്തകളാകാം, കച്ചവടത്തിന്റെ മാത്രം ചിന്തകളാകാം. ഇത് ഹൃദയത്തിൽ മുഴുവനും കുത്തി നിറച്ചാൽ മഹബൂബായ അല്ലാഹുമായി ബന്ധപ്പെട്ട ചിന്ത കൊണ്ട് നിന്റെ ഹൃദയം പ്രകാശിക്കുമോ മോനെ? രണ്ടാമത് മഹാനവറുകൾ ചോദിക്കുകയാണ്, കൈഫ യർഹലു ഇലല്ലാഹ്, എങ്ങനെയാണ് അല്ലാഹുവിലേക്ക് യാത്ര ചെയ്യുക? അല്ലാഹുവിലേക്ക് യാത്ര ചെയ്യാൻ നിനക്ക് കഴിയുമോ? വഹുവ മുകല്ലബുൻ ബിശഹവാതിഹി, തടീച്ചയുടെ
ജയിലിൽ അടക്കപ്പെട്ട ഖദീജയുടെ കരാള ഹസ്തങ്ങളിൽ കുടുങ്ങിയ ഖദീജയുടെ നീരാളിപ്പിടുത്തത്തിൽ അകപ്പെട്ട നിനക്ക് ഹൃദയം കൊണ്ട് അല്ലാഹുവിലേക്ക് യാത്ര ചെയ്യാൻ കഴിയുമോ? ഇന്ന് ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു തആല ചോദിക്കുകയാണ്, ഖദീജയുടെ ബന്ധനത്തിൽ കുടുങ്ങിയ നമുക്ക് എങ്ങനെയാണ് ഹൃദയ സഞ്ചാരത്തിന് പറ്റുക എന്ന് അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഖദീജയുടെ ചങ്ങലകൾ പൊട്ടിച്ചുകൊണ്ട് അല്ലാഹുവിലെത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഒരുപാട് വിശദീകരിക്കേണ്ട വാക്കുകളാണ്. മൂന്നാമത് മഹാനവറുകൾ പറയുകയാണ്, കേട്ടോളൂ. കൈഫ, ഇത് എന്നെ വല്ലാതെ ആകർഷിപ്പിച്ച ഒരു വാക്കാണ്. കൈഫ യത്മഉ അൻ യദ്ഖുല ഹദ്റത്തുൽ ഖുദ്സ്. കൈഫ യത്മഉ അൻ യദ്ഖുല ഹദ്റത്തുൽ ഖുദ്സ് വഹുവ ലം യതതഹർ മിൻ ജനാബത്തി ഗഫലാതിഹി. പഠിച്ചോനെ, കൈഫ എങ്ങനെയാണ് യത്മഉ ഒരാൾ കൊതിക്കുക, അൻ യദ്ഖുല ഹദ്റത്തുൽ ഖുദ്സ്. ഇലാഹിയായ ഹദ്റത്ത് എന്നുള്ളൊരു സംഗതി ഉണ്ട്. സൂഫിയാക്കളൊരു വാക്കാണ്. ഇലാഹിയ ഹദ്റത്ത് എന്ന് പറഞ്ഞാൽ കൽബ് അങ്ങോട്ട് എത്തണം, അള്ളാഹിൽ ഇങ്ങനെ കെട്ടുപണയണം. എന്നിട്ട് ഒഴിഞ്ഞിരുന്നിട്ട് ഇങ്ങനെ ചിന്തിച്ചാൽ അള്ളാഹ് ഓർത്ത് അതിൽ കൂടി ഒരു തരിപ്പ് ഇങ്ങനെ കയറാണ്ട്. അല്ലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. നമുക്കിപ്പോൾ അറിയില്ല, നമുക്കിപ്പോൾ എണ്ണം പിടിച്ച് നിൽക്കറേ ഉള്ളൂ. ഇടക്കിടക്ക് ഇങ്ങനെ നോക്കുകയും ചെയ്യും. അതായിക്കോട്ടെ, പക്ഷെ അതിൻ്റെ അപ്പുറം തസ്ബീഹോ എണ്ണൊന്നും വേണ്ട, ഒഴിഞ്ഞിങ്ങനെ ഇരിക്കുക. ബാദലടക്കൂടി ചെയ്താൽ ബഹുത് അച്ഛാ ഹേ. ലൈറ്റ് ഓഫ് ആക്കിയാൽ പിന്നെ പറയും വേണ്ട. എന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് മെഹബൂബായ അള്ളാഹ് നമ്മിൽ ഒരു ഇരുത്തുണ്ട്. ഹൃദയം ഇങ്ങനെ കുളിരാവും, ഹൃദയം ഇങ്ങനെ തണുപ്പുകൊണ്ട് ഇങ്ങനെ ആശ്വാസത്തിന്റെ ആസ്വാദനത്തിന്റെ സായുജ്യമായ സ്വർഗീയ അനുഭൂതിദായകമായ ഒരു അവസ്ഥയായിരിക്കും. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പക്ഷെ അതിന് നിനക്കെങ്ങനെ കഴിയാന്നാ ചോദിക്കുന്നത്. അതിന് നിനക്കെങ്ങനെ കഴിയാ? കാരണം വഹുവലം യതതഹർ മിൻ ജനാബത്തി വുദൂഇ മിൻ ജനാബത്തി ഗഫലാതിഹി. ഹൃദയത്തിൽ വരുന്ന അശുദ്ധിയാണ് അശ്രദ്ധ. ശ്രദ്ധയില്ലായിരിക്കുക, ഭാവി ഓർമ്മയില്ല, മരണം ഓർമ്മയില്ല, ഖബർ ഓർമ്മയില്ല, മഹ്ശർ ഓർമ്മയില്ല, ഹിസാബ് ഓർമ്മയില്ല, നരകം ഓർമ്മയില്ല. എന്നിട്ട് വേറെന്തൊക്കെയോ ശ്രദ്ധയില്, വേറെന്തൊക്കെ ചിന്തയില്. അതിനെക്കുറിച്ച് ഈ മഹാൻ പറയുന്നത് അത് ഹൃദയത്തിന്റെ വലിയ അശുദ്ധിയാണെന്ന്. ഹൃദയത്തിന്റെ അശ്രദ്ധ എന്ന വലിയ അശുദ്ധി നിനക്കുണ്ടായിരിക്കെ നീ എങ്ങനെയാണ് നിന്റെ ഹൃദയം കൊണ്ട് പടച്ചവനിലേക്ക് യാത്ര ചെയ്യുക? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഹൃദയത്തിന്റെ വലിയ അശുദ്ധിയാണ് നമ്മുടെ അശ്രദ്ധ. അശ്രദ്ധ എന്ന അശുദ്ധിയിൽ നിന്ന് നിനക്ക് തൗബ ചെയ്തുകൊണ്ട് അള്ളാഹ് എന്ന ബോധത്തിലേക്ക് വരാൻ കഴിഞ്ഞില്ലെങ്കിൽ എങ്ങനെയാണ് നിനക്ക് അള്ളാഹിനെ ആസ്വദിക്കാൻ കഴിയുക? ഇതാണ് തടസ്സങ്ങളിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറയുന്നത്. ലാസ്റ്റ് അവര് പറയുന്നുണ്ട്, അത് പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. കൈഫയർജു, എങ്ങനെയാണ് പ്രതീക്ഷിക്കുക? അയ്യരിഫ ദഖായിഖൽ അസ്റാർ. നമ്മൾ ഈ കാണുന്നതും നമ്മൾ വിചാരിക്കുന്നതും ഒന്നുമല്ല സത്യം, അതിൻ്റെ അപ്പുറത്തൊരു സത്യമുണ്ട്. നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന അർത്ഥം വെച്ചാൽ അത് നമ്മുടെ ഒരു അർത്ഥമാണ്. അതിൻ്റെ ഹഖീഖിയായ ഒരു അർത്ഥമുണ്ട്. ആ അർത്ഥത്തിലേക്ക് എത്തിയാൽ പിന്നെ ദുനിയാവ് ത്വലാഖ് ചൊല്ലുന്നതാണ്. പിന്നെ ദുനിയാവ് തലാഖല്ലുന്നതാണ്. അപ്പൊ അടുത്തൊരു പാട്ടിറങ്ങിയെന്ന്, ഭ്രാന്തായാൽ എന്ത് രസം സക്കറാത്തുൽ മൗത്തിന്. ഞാനിപ്പോ വിശദീകരിക്കണില്ല, അതിങ്ങനെ വേണമെങ്കിൽ നന്നാക്കി അർത്ഥം വെക്കാം. ഇങ്ങനെ അനുരാഗം ഒരു ഭ്രാന്താണ്, അതുകൊണ്ട് വന്നാൽ എന്തോ ഒരു രസമാണ്. അവര് പിന്നെ അള്ളാനെ ലൈലാന്നൊക്കെ വിളിക്കും, അത് ആ പാട്ടിലുണ്ട്. ഞാൻ ആ പാട്ട് പോയി വിശദീകരിക്കണില്ല, വേറെ എവിടെയെങ്കിലും ഇൻഷാ അല്ലാഹ് നല്ല രൂപത്തിൽ വിശദീകരിക്കട്ടെ. നല്ല രൂപത്തിലും അത് ഓരോ ആളുകൾ എങ്ങനെയാ വായിക്കുന്ന അങ്ങനെ പോലെ ഉണ്ടാവും. അത് ഓരോ ആളുകൾ അർത്ഥം വെക്കുന്ന പോലെ ഉണ്ടാവും. ഞാൻ അപ്പൊ അതിനെ കുറിച്ചൊന്നും പറയണില്ല. കുറെ ആളുകൾ എന്നോട് വിളിച്ചു പറഞ്ഞു നിങ്ങൾ അതിനെ കുറിച്ച് 2 വാക്ക് പറയണമെന്ന്. ഇപ്പം പറയണില്ല, അതിന് പറ്റിയ സ്ഥലത്ത് ഞാൻ പറയും ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇതൊരു രസാണ്. അല്ലാഹ് മെഹബൂബിനെ കണ്ട് പ്രണയിച്ച് പ്രാപിച്ചാലുണ്ടല്ലോ, നമുക്കറിയില്ലേ, യൂസുഫ് നബി ഇസ്ലാമിനെ പ്രേമിച്ച് പ്രേമം ഓക്കുകൂടി സലീഹ ബീവിക്ക് കുപ്പായൊക്കെ പിടിച്ച് കയറിയത് ഖുർആൻ പറയുന്നുണ്ട് അല്ലേ? യൂസുഫ് നബിനെ ആരാ പ്രേമിച്ചത്? സലീഹ ബീവി. നിങ്ങൾക്ക് കേൾക്കണോ? ഇതേ സലീഹ ബീവിനെ യൂസുഫ് നബിന്റെ മണവാട്ടിയിട്ട് വരുന്നുണ്ട്.
ചരിത്രം ഞാൻ പറയണേ, ചരിത്രം പറയുകയാണെങ്കിൽ 3/4 മണിക്കൂർ പിടിക്കും, അതുകൊണ്ട് പറയണില്ല. മണവാട്ടിയായി വന്നു, മണിയറയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് യൂസഫ് നബി. സലീഖാബീനെ കാത്തിട്ട് 37 ആണ്ട് വരണമൊന്നുമില്ല. ആര്? കുപ്പായം പിടിച്ച് കീറിയ ആള്. ഈ ആളെ ശരീരം കൊതിച്ചിട്ട് പിന്നാലെ ഓടിയിട്ട് കുപ്പായം പിടിച്ച് കീറിയ സലീഖാബി അങ്ങോട്ട് വരണില്ല, സുജൂദ് കിടന്നിട്ട് കരയാൻ. അപ്പൊ യൂസഫിന് ചോദിച്ച്, സലീഖ പഴയ യൂസഫ് എന്നല്ലേ ഞാന്? എന്റെ ബാക്കിൽ ഓടിയിട്ടല്ലേ ഈ കുപ്പായൊക്കെ പിടിച്ച് കീറിയത്? ഇപ്പൊ ജായിസായപ്പോ നമ്മളെ നോക്കണില്ലല്ലോ. ഇപ്പൊ എന്നെ തൊടലും എന്റെ കൂടെ കിടക്കലൊക്കെ എനിക്ക് ജായിസായി. ഇപ്പൊ ഈ എന്റെ പണിയില്ല, ഞാൻ ആ പഴയ യൂസഫ് അല്ലേ? അപ്പോഴാണ് സലീഖാബി പറഞ്ഞ്, പ്രേമത്തിന്റെ രസം എന്താന്ന് ഇപ്പോഴേ എനിക്ക് മനസ്സിലായത് മെഹബൂബിനെ കിട്ടിയപ്പോഴോ. നിങ്ങളെ കൂടെ കൂടിയപ്പോ ഇറച്ചിപ്രേമായിരുന്നു. മാംസബന്ധിത ഇക്കിളി പ്രണയം എന്നാ ഞാൻ അതിന് പറയല്. മാംസബന്ധിത ഇക്കിളി പ്രണയം അത് ദിവസങ്ങളെ കൊണ്ട് തീരും, കൂടി വന്ന ആഴ്ചകളെ കൊണ്ട് തീരും. അതായിരുന്നു നിങ്ങളൊപ്പം ഉണ്ടായിരുന്ന എൻ്റെ ഒരു പ്രേമം. അതിനൊട്ട് നിങ്ങൾ അന്ന് സമ്മതിച്ചോ ഇല്ല. ഇപ്പൊ നിങ്ങളെ കൂടെ കൂടിയപ്പോ എനിക്ക് മെഹബൂബിനെ തിരിഞ്ഞു. ആരാ മെഹബൂബ്? നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ലേ? ആരാ മെഹബൂബ്? ആ അല്ലാഹു 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 ആണ് മെഹബൂബ്. നിങ്ങളെ കൂടെ കൂടിയപ്പോ എനിക്ക് മെഹബൂബിനെ തിരിഞ്ഞു. അപ്പോഴാണ് പ്രേമത്തിന്റെ രസം എനിക്ക് മനസ്സിലാകുന്നത്. ശരിക്കും സ്നേഹിക്കേണ്ട ആളെ കിട്ടിയിട്ട് സ്നേഹിച്ചു നോക്കുമ്പോഴാണ് സ്നേഹത്തിന്റെ രസം എനിക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം, മറ്റേ പ്രേമം ഞാൻ ഒഴിവാക്കിക്കണ്. അപ്പൊ ഞാൻ എൻ്റെ മെഹബൂബിന് സുജൂദിന്റെ ചുംബനം നൽകിയിട്ട് ഞാനൊന്ന് ഈ രാത്രിയിൽ രസിക്കട്ടെ, നമുക്ക് പിന്നെ നോക്കാം, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു. സാക്ഷാൽ സലീഖാബി റളിയല്ലാഹു തആല. ഇതിനാണ് ഒരർത്ഥത്തിൽ മൗത്ത് എന്ന് പറയാം. ഹൽക്കിൽ നിന്ന് ഹൃദയം കൊണ്ട് മുറിഞ്ഞ് ഹൽക്കിനെ തിരസ്കരിച്ച് പടച്ചവൻ ഖാലിഖിലേക്ക്, അന്നളുറു മിനൽ ഖൽഖി ഇലൽ ഖാലിഖ്, അന്നളുറു മിനൽ മഅസിയതി ഇല ത്വാഅ, അന്നളുറു. ഇത് പറഞ്ഞാൽ കുറച്ച് വിശദീകരിക്കണം. ഞാൻ എൻ്റെ ഖുതുബയിൽ പറഞ്ഞിട്ടുണ്ട്. അന്നളുറു മിനൽ മുറാഖബത്തി ഇലൽ മുശാഹദ. ത്വരീഖത്തിലെ 2 പ്രയോഗമാണ്, മുറാഖബ, മുശാഹദ. എന്താണ് മുറാഖബ? മുറാഖബ എന്ന് പറഞ്ഞാല് നമ്മളിങ്ങനെ ശരിക്കും അള്ളാഹനെ ശരിക്കും ഓർമ്മൊന്നുമില്ല. കച്ചവടമുണ്ട്, പ്രസംഗമുണ്ട്, പരിപാടികളുണ്ട്. പിന്നെ നമ്മൾ ഒതുക്കെ കൊടുത്ത് നിസ്കരിച്ചിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് അള്ളാഹനെ കണ്ട് ആവാഹിച്ചിട്ട്, അള്ളാഹനെ ആവാഹിക്കുന്ന അള്ളാഹിന്റെ ഓർമ്മകൾ കണ്ട് ആവാഹിച്ചിട്ട് എനിക്ക് കുറച്ച് രസം ഇങ്ങനെയാണ് കിട്ടും. അതാണ് മുറാഖബ. അതിന്റെ മേലെയാണ് മുശാഹദ. മുശാഹദ എന്ന് പറഞ്ഞാൽ എന്താ? സ്വഹാബാക്കളെ മക്കാമ ഒതുകൊടുത്തിട്ട് പ്രത്യേകിച്ച് ഇരിക്കൊന്നും വേണ്ട. കച്ചവടം ചെയ്യുമ്പോഴും അള്ളാഹ് എന്നുള്ള ആ സ്പന്ദനായിരിക്കും. അവരെ കയ്യില് കച്ചവടത്തിന്റെ സാധനങ്ങൾ, തുണികുപ്പായം, ജ്വല്ലറിയിലെ സ്വർണം, ഇനി മരപ്പീടിയിലാണെങ്കിൽ മരമൊക്കെ കൊടുക്കുന്നുണ്ടാവും. പക്ഷെ അപ്പോഴും ഹൃദയം സ്പന്ദിക്കുന്നത് ഇതായിരുന്നു സഹാബാക്കൾ. സഹാബാക്കൾ ഇങ്ങനെ നമ്മളെ പോലെ പ്രത്യേകം ഒരുങ്ങിയിരിക്കേണ്ട അള്ളാഹനെ ഓർമ്മ. പിന്നെ അവരെ ശ്വാസം വള്ളയായിരുന്നു. ശ്വാസത്തിൽ അള്ള കയറിയാല് പിന്നെ മരണം വളരെ റാഹത്താണ്. നമുക്ക് പെട്ടെന്നുള്ള മരണം എന്നുള്ള സംഗതി തന്നെ ഇല്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ പ്രശ്നമില്ല. മരണം അവന്റെ പൂച്ചണ്ടാണ്. മരണം അവന് എല്ലാ സന്തോഷവുമാണ്. മരണം അവന്റെ വിമോചനത്തിന്റെ വാതിൽ തുറക്കലാണ്. മരണം അവന്റെ സ്വർഗീയ വിക്ഷേപണമാണ്. ഈ ദുന്യവിയായ ഐഹിക ക്ഷണികമായ ജീവിതത്തിൽ നിന്ന് അവന്റെ ഹയാത്തിനെ മറ്റൊരു ജീവിതത്തിലേക്ക് പറിച്ചു നടുകയാണ്. അതാണ് മരണം. അപ്പോഴാണ് അവൻ പുഞ്ചിരിക്കുക. കറുകറുത്ത കാപ്പിരിയായ സയ്യിദുനാ ബിലാൽ വഫാത്താവാൻ കിടക്കുന്ന സമയത്ത് പ്രിയപ്പെട്ട സഹധർമ്മിണി കരയുകയാണ്. കരയുന്നത് കണ്ടപ്പോൾ ഈ കറുകറുത്ത മനുഷ്യൻ ചോദിച്ചു, എന്തിനാണ് നീ കരയുന്നത്? നിങ്ങളുടെ ചക്രശ്വാസം വലിക്കുന്ന സക്രാത്തിന്റെ ഹാല് കണ്ട് കരയുകയാ. ആ സമയത്ത് ആ കറുകറുത്ത മനുഷ്യനില്ലേ, കൈ കറുത്താലെന്താ, കാല് കറുത്താലെന്താ, മുഖം കറുത്താലെന്താ, കവിള് കറുത്താലെന്താ, ആ കറുകറുത്ത ശരീരത്തിന്റെ ഉള്ളിൽ ഒരു വെളുവെളുത്ത മനസ്സുണ്ട്. ആ മനസ്സ് ദാഹിക്കുന്നത് അല്ലാഹ്. അതുകൊണ്ട് കരയുന്ന പ്രിയപ്പെട്ട ഭാര്യയോട് പറയുകയാണ്, കരയണ്ട.
ഞാൻ ഈ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. എനിക്ക് സമാധാനം ഇപ്പോഴാണ് വന്നത്. കാരണം ഞാൻ ഇന്ന് രാത്രിയിൽ മരിച്ചാൽ ഞാൻ കണ്ടുമുട്ടുമല്ലോ എന്റെ കരളിന്റെ തുടിപ്പായ, എന്റെ ഹൃദയത്തിന്റെ വസന്തമായ, എന്റെ കൽബിന്റെ കാതലായ, എന്റെ കൽബിന്റെ കിബലയായ എന്നെ ഞാനാക്കി മാറ്റിയ ഉമയ്യത്തിന്റെ കുതിരാലയത്തിൽ കുതിരയുടെ കാട്ടം തലക്ക് വെച്ചുകൊണ്ട് കുറച്ചാക്ക് ട്രൗസറാക്കിത്തോണ്ട് പാതിരാവിൽ പാട്ടുപാടി പള്ളികൊടിയന്മാരുടെ മുമ്പിൽ മാത്രം നിൽക്കാൻ വിധിക്കപ്പെട്ട കുതിരയുടെ വിലയില്ലാത്ത എന്നെ ആധ്യാത്മതയുടെ സോപാനത്തിന്റെ സമുന്നതമായ സ്ഥലത്തെത്തിച്ച എന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമേ, ഞാൻ കാണാൻ പോകുന്ന എന്റെ കല്യാണമാണല്ലോ ഈ കല്യാണം. അതുകൊണ്ട് എനിക്കിന്ന് സന്തോഷമാ, എനിക്ക് ദുഃഖമില്ല. അതാണ് ശരിക്കും ആൺകുട്ടിന്റെ മരണം. അള്ളാഹു മരിക്കുന്ന സമയത്ത് ചിരിച്ച് ഉറക്ക വിക്ർ ചൊല്ലി മരിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതിന് നിങ്ങൾ മരിക്കുന്നതിന് മുമ്പേ മരിക്കുക. വിചാരണ ചെയ്യപ്പെടുന്നതിന്റെ മുമ്പേ നിങ്ങൾ സ്വയം വിചിന്തനം നടത്തി വിചാരണ ചെയ്യുക എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. പടച്ചവനെ, പറഞ്ഞതും ഞങ്ങൾ ഇരുന്നതും കേട്ടതും പകർന്നതും നുകർന്നതും നീ കബൂലാക്കണേ അല്ലാഹ്. വീഴ്ചകൾ നീ പൊറുക്കണേ അല്ലാഹ്. സയ്യാത്ത് ഹസനാത്താക്കി തബ്ദീലാക്കണേ അല്ലാഹ്. സയ്യാത്ത് കൊണ്ട് ദുനിയാവിലോ ആഖിറത്തിലോ ഞങ്ങളെ പിടികൂടല്ല അല്ലാഹ്. ഞങ്ങൾ ബലഹീനരാണ് അല്ലാഹ്. ശഅബാനല്ലേ, ഇനി അതിന്റെ 15ന്റെ പ്രതീക്ഷയുള്ള ബറാത്ത് രാവിലേക്ക് ഞങ്ങൾ എടുക്കുകയല്ലേ. റമളാനിന്റെ ആധ്യാത്മിക മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ഭംഗിയാക്കി പൂർത്തിയാക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഹൃദയത്തിന്റെ ഉള്ളിൽ അളിഞ്ഞുകൂടിയിട്ടുള്ള മാലിന്യങ്ങളെ പുറത്താക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ശിർക്ക്, കുഫ്ർ, നിഫാഖ്, റിയാ, സൂജബ്, അദാവത്ത്, ശഹവത്ത്, ബിദ്അത്ത്, ഖവാത്തറുകളെ കൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കല്ല അല്ലാഹ്. ചളിയിലാക്കല്ല അല്ലാഹ്, മാലിന്യത്തിലാക്കല്ല അല്ലാഹ്. ഞങ്ങളെ ശരീരങ്ങളെയും അറ്റാക്ക്, ക്യാൻസർ, കിഡ്നി വീക്ക്, സ്ട്രോക്ക്, മറ്റ് മാലിന്യങ്ങൾ, മാറാവ്യാധികൾ, മാരക രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. പടച്ചവനെ, റമളാനിന്റെ മുമ്പ് വീടുകൾ അലങ്കരിക്കുകയാണ്. അല്ലെങ്കിലും അലങ്കരിക്കപ്പെടാത്ത വീടുകളില്ലല്ലോ. ഇപ്പോൾ കൊട്ടാരങ്ങളിലുള്ള മത്സരമല്ലേ. ആ സമയത്ത് ഈ പള്ളിക്ക് പെയിന്റ് അടിക്കണമെന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവേ, സന്മനസ്സോടുകൂടി ഉള്ളത് എടുത്തുകൊടുത്ത് ഒരുപാട് ആളുകൾ സദസ്സിലുണ്ട്, സദസ്സിലില്ലാത്തവരുണ്ട്. അല്ലാഹ്, ഓരോരുത്തരും കൊടുത്തത് എത്രയാന്ന് എനിക്കറിയൂല, നിനക്കറിയാം. നീ ജാരിയായ സദഖയായി സ്വീകരിക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, തന്നവർക്ക് 10 മടങ്ങ് ഹലാലായ സമ്പത്ത് നൽകണേ അല്ലാഹ്. പള്ളി ഏത് നാട്ടിലാണെങ്കിലും പള്ളിയാണല്ലോ. അത് ഓരോ നാട്ടിൽ നോക്കിയിട്ട് ഞങ്ങളെ പള്ളിയല്ലല്ലോ എന്ന് പറഞ്ഞാൽ അത് ഈമാനില്ലാത്ത വർത്തമാനമല്ലേ. ഇത്രയും ചിന്തിച്ചുകൊണ്ട് ഈ നാട്ടിൽ പെടാത്ത ആളുകൾ പോലും പെയിന്റിന് വേണ്ടി പൈസ തന്നിട്ടുണ്ട്. നീ കബൂലാക്കണേ അല്ലാഹ്. അതേ സമയത്ത് ഈ നാട്ടിലുള്ള ആരെങ്കിലും തരാൻ കഴിഞ്ഞിരിക്കെ തരാതിരുന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് നീ ഇത് ആര് കൊടുത്തിട്ടില്ലെങ്കിലും നടക്കാനുള്ളത് നടക്കും, അത് നീ നടത്തുന്നതാണ്. പിന്നെ ഇതൊക്കെ ആളുകൾക്കുള്ള പ്രതിഫലത്തിന് വേണ്ടിയും സുഹൃതങ്ങൾക്ക് വേണ്ടി നീ കൊടുക്കുന്ന അവസരങ്ങളാണ്. ആ നിലയിൽ ഞാൻ കൊടുത്താൽ എനിക്ക് കൂലി, കൊടുത്തിട്ടില്ലെങ്കിൽ എനിക്ക് നട്ടമെന്ന ഈമാനിക ചിന്തയോടെ തരാത്തവർക്ക് തരാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്.
തന്ന മുഴുവൻ ആളുകൾക്കും ജാരിയായ സ്വതക്കക്ക് നീ എന്തൊക്കെ ആനുകൂല്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ, നീ പറഞ്ഞതല്ലേ അവരുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുമെന്ന്, നീ പറഞ്ഞതല്ലേ അവരെ ഇടങ്ങറുകളിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന്, നീ പറഞ്ഞതല്ലേ അവരെ നരകത്തിൽ നിന്ന് വിമോചിതരാക്കുമെന്ന്. ഇതൊക്കെ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ, നൽകണേ അല്ലാ. ഒരുപാട് സുഹൃത്തുക്കൾ ഉംറയ്ക്ക് പോകുന്നുണ്ട്, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട അലി ഉസ്താദ് അടക്കം. അല്ലാഹുവേ, നീ സ്വീകരിക്കുന്ന ഉംറയായി, അംഗീകരിക്കുന്ന ഉംറയായി പൂർത്തിയാക്കാനുള്ള ഭാഗ്യം അദ്ദേഹത്തിനും കൂടെയുള്ളവർക്കും നീ നൽകണേ അല്ലാ. ഈ വിനീതനും പോകണമെന്നുണ്ട്, നീ തൗഫീഖ് നൽകണേ അല്ലാ. മക്ക മദീനകളിൽ എത്തിക്കണേ അല്ലാ, മദീനയുടെ ആളുകളാക്കണേ അല്ലാ. അത് പറഞ്ഞിട്ട് ആഗ്രഹം തീർന്നിട്ടില്ല, അതിനുള്ള ആഫിയത്തും ആരോഗ്യവും ആയുസ്സും നൽകണേ അല്ലാ. ഒരുപാട് ആഗ്രഹങ്ങളൊന്നുമില്ല, നിന്റെ ദീന് പറയുമ്പോ അത് അങ്ങനെ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് കൂടെ കുറെ കുട്ടികളെ കിട്ടണമെന്നുണ്ട്. ദുനിയാവിന്റെയോ രാഷ്ട്രീയത്തിന്റെയോ കുട്ടികളെയല്ല, ദീന് പറഞ്ഞ് അത് ഉൾക്കൊണ്ടുകൊണ്ട് കിട്ടണമെന്നുണ്ട്. അതിനെ തരുന്നുമുണ്ട്. അവർക്ക് ഞങ്ങളുടെ കൂടെ കൂടുമ്പോൾ ഒരു പ്രതീക്ഷയുണ്ട്, അത് സ്വർഗമാണ്. അതിനെ മുറിച്ചു കളയല്ലേ അല്ലാ. അത് എല്ലാ നാടുകളിലും ഉണ്ട് റബ്ബേ. വ്യക്തിപരമായ താല്പര്യത്തിന് ആരെയും എന്നിവരെ കൂടെ കൂടിയിട്ടില്ല, ആരുടെയെങ്കിലും പോക്കറ്റിൽ നിന്ന് കാശ് വലിക്കാൻ വേണ്ടി ഫ്രണ്ട്ഷിപ്പ് സ്ഥാപിച്ചിട്ടില്ല, ദുനിയാവിനെ ലാക്കാക്കിയിട്ട് ഒരു കുടുംബത്തെയും ബഹുമാനിക്കാറുമില്ല. അതിന്റെ പേരിൽ പലതും നഷ്ടപ്പെടുന്നുണ്ട്, അത് വിഷയവുമല്ല. പക്ഷെ ഇസ്സത്തിനെ നിലനിർത്തണേ അല്ലാ, ഇസ്സത്തിനെ നിലനിർത്തണേ അല്ലാ, ഇസ്സത്തിനെ വർദ്ധിപ്പിക്കണേ അല്ലാ. ആരും മാറി നിന്നാലും നീ മാറി നിൽക്കരുത് അല്ലാ. സത്യങ്ങൾ പറയുന്നതിന്റെ പേരിൽ പിന്നീട് പള്ളിയിൽ വരാത്തവരുണ്ട്, ജുമായിൽ പങ്കെടുക്കാത്തവരുണ്ട്. ഇവിടെയുണ്ടെന്നല്ല, പല സ്ഥലങ്ങളിലും പല ഉസ്താദുമാർക്കുമുണ്ട്. പിന്നീട് അവന്റെ വാല് കേൾക്കൂല, കാരണം പലിശക്കെതിരെ പറഞ്ഞതാണ്, മാരണത്തിനെതിരെ പറഞ്ഞതാണ്, ശൈത്താനെ പൂജിക്കുന്നതിനെതിരെ പറഞ്ഞതാണ്. പിന്നെ അവന്റെ ഭാഗത്തേക്കില്ല, ഇല്ലാത്തവർക്ക് പോയി. പക്ഷെ ഞങ്ങൾക്ക് വേണ്ടത് ഹബീബിനെ മഹബത്ത് ചെയ്യുന്ന കൂട്ടാളികളാണ്. അത് നീ നൽകണേ അല്ലാ, നൽകണേ അല്ലാ, നൽകണേ അല്ലാ. എവിടെയാണെങ്കിലും നൽകണേ അല്ലാ. നീ ഇരുലോകത്തും വഷളാക്കല്ലേ അല്ലാ, ഇരുലോകത്തും വഷളാക്കല്ല അല്ലാ, ഇരുലോകത്തും വഷളാക്കല്ല അല്ലാ. കൂടെ കൂടിയവരെയും വഷളാക്കല്ല അല്ലാ. പടച്ചവനെ, കടങ്ങളൊക്കെ വീട്ടിത്തരണേ അല്ലാ, രോഗങ്ങളൊക്കെ മാറ്റിത്തരണേ അല്ലാ, ക്ലേശങ്ങളൊക്കെ നീക്കിത്തരണേ അല്ലാ, പ്രയാസങ്ങളൊക്കെ അകറ്റിത്തരണേ അല്ലാ. അല്ലാഹുമ്മ അൻസുർ ഉമ്മത സയ്യിദിനാ മുഹമ്മദ് വർഹം ഉമ്മത സയ്യിദിനാ മുഹമ്മദ് تجاوز عن أمة سيدنا محمد اجعلنا من خيار أمته ومن محبيه يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا ولوالدينا ولأساتذتنا ولأزواجنا ولمن دفنوا حوالينا في هذه البلدة. اللهم اجعل نصيحتنا نصيحة مؤثرة في قلوبنا وفي قلوب الصالحين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على آخر القيسين محمد وآله وصحبه أجمعين. سبحان